തൻ്റെ മുന്നിലുള്ള ക്യാൻവാസിൽ ചായം പുരട്ടിയ ബ്രഷ് ചടുലമായി ചലിച്ചു കൊണ്ടിരിക്കുന്നു. പുലർക്കാല സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയെ തൊട്ടുണർത്തുന്ന മനോഹരമായൊരു പ്രഭാതം. കാവേരിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയവും ഇതാണ്. മനസ്സിന് കുളിർമയേകുന്ന ഈ അന്തരീക്ഷത്തിൽ വെളുത്ത ഭിത്തിയിൽ വിരിയുന്ന ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുമുണ്ട്. അവൾ അത് വിശ്വസിച്ചിരുന്നു. മനോഹരമായൊരു പൂന്തോട്ടത്തിൽ മഴ നനഞ്ഞു നിൽക്കുന്ന പ്രണയിനികളുടെ ചിത്രമായിരുന്നു അത് അവൾ വരച്ചത്. മഴത്തുള്ളികൾ ആ പെയിൻറ്റിങ്ങിൽ ജീവൻ നൽകുന്നത് പോലെ അവൾക്ക് തോന്നി ആ ചിത്രം കണ്ടിട്ട്. നീ ആകാശത്തിൽ നിന്നും മണ്ണിലേക്ക് പെയ്യുന്ന മഴത്തുള്ളിയായി എന്നിലേക്ക് തന്നെ വന്നു ചേരണം പെണ്ണേ നീ. പഴയൊരോർമ്മയുടെ ആ ശബ്ദം കാതുകളിൽ അലയടിച്ചു. കാവേരിയുടെ കൈകൾ വിറച്ചു. പെയിൻറ്റിംഗ് ബ്രഷ് നിശ്ചലമായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ ഇപ്പോഴും അവളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നെടുവീർപ്പോടെ അവൾ ബ്രഷ് താഴെ വെച്ച് പിന്നിലേക്ക് മാറി നിന്നു. പൂർത്തിയാക്കാത്ത ആ ചിത്രം നോക്കി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതം പോലെ തന്നെ അതും അപൂർണമാണെന്ന് അവൾക്കും തോന്നി. അമ്മേ, ഞാൻ എണീറ്റു. കൊഞ്ചിക്കൊണ്ടുള്ള ആ വിളി കേട്ടപ്പോൾ കാവേരിയുടെ മുഖത്തെ വിഷാദം തന്നെ മാഞ്ഞുപോയി. അവളുടെ ജീവനായ മകൾ തനു ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മകളെ കണ്ടതും കാവേരിയുടെ ഉള്ളിൽ സങ്കടമെല്ലാം അലിഞ്ഞില്ലാതെയായി. ഇന്ന് തനുവിന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ട ദിവസമാണ്. എൻ്റെ കുട്ടി എണീറ്റോ? ദേ നോക്കിയേ, അമ്മയുടെ കയ്യിലൊക്കെ ചായമായി. നീ അവിടെ നിൽക്ക്, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സിലുമാകും. കാവേരി കൈകൾ കഴുകി വന്ന് മകളെ വാരിയെടുത്തു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ പൊന്നിനെ ഇന്ന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? പിന്നല്ലാതെ, സ്കൂളിൽ പോയാൽ എനിക്കൊരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ. നമുക്ക് അങ്ങോട്ട് പോകാം അമ്മേ, തനു ആവേശത്തോടെ കൂടി പറഞ്ഞു. കാവേരി ഒരു ലൈറ്റ് ബ്ലൂ കോട്ടൺ സാരി ഉടുത്ത് റെഡിയായി. മാളിക്കടവ് ജീവിതം അവസാനിപ്പിച്ച് കൊച്ചിയിലെ താമസം മാറ്റിയിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. മകളുടെ പഠനത്തിനും നല്ലൊരു ജീവിതത്തിനുമാണ് അവൾ ഈ നഗരം തിരഞ്ഞെടുത്തത് തന്നെ. അവൾ വരച്ച പഴയ പെയിൻറ്റിങ്ങുകൾ വിറ്റ് കിട്ടുന്ന വരുമാനവും ഇപ്പോൾ കിട്ടിയ ഒരു കോൾ സെൻറ്റർ ജോലിയുമാണ് അവളുടെ ഏക വരുമാന ആശ്രയം തന്നെ. ഒരു ഓട്ടോയിൽ അവൾ സ്കൂളിന് മുന്നിലെത്തി. വലിയ കെട്ടിടം കണ്ട് തനു അത്ഭുതത്തോടെ നോക്കി നിന്നു. അഡ്മിഷൻ ഓഫീസിന് മുന്നിലെത്തി അവൾ മെല്ലെ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, അഡ്മിഷൻ കാര്യങ്ങൾ എവിടെയാണ് സംസാരിക്കേണ്ടത്? ക്ലർക്ക് കാണിച്ചു കൊടുത്ത ക്യാബിനിലേക്ക് അവൾ കയറി. മേ ഐ കം ഇൻ സർ? വരൂ, ഇരിക്കൂ മാഡം. അകത്തിരുന്ന ഉദ്യോഗസ്ഥൻ അവരെ സ്വാഗതം ചെയ്തു. സർ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. മക്കളെ എവിടെ ചേർക്കണം എന്നുണ്ടായിരുന്നു. അയാൾ അഡ്മിഷൻ ഫീസിനെ കുറിച്ചും മറ്റും വിശദീകരിച്ചു. ഇവിടെ കുട്ടികളെ ചേർക്കുന്നതിന് ഫീസ് അല്പം കൂടുതലാണ് മാഡം. വർഷം 30,000 രൂപ വരും. ബുക്സ്, യൂണിഫോം എല്ലാം വേറെ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീജിയർ തുടങ്ങാം. തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ഇതിന് തികയുമോ എന്നവൾ ഒരു നിമിഷം ആകുലപ്പെട്ടു. എങ്കിലും മകളുടെ ഭാവിക്ക് വേണ്ടി അവൾ ഉറപ്പിച്ചു പറഞ്ഞു, ശരി സർ, ഞാൻ അടച്ചോളാം. അയാൾ ഒരു ഫോം എടുത്ത് വിവരങ്ങൾ പൂരിപ്പിക്കാൻ തുടങ്ങി. കുട്ടിയുടെ പേര് പറയൂ മാഡം. തനുശ്രീ. വയസ്സ് 3 കഴിഞ്ഞ് 4ലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം കേട്ടപ്പോൾ കാവേരിയുടെ ശ്വാസമൊന്ന് നിലച്ചു. കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയൂ. അവളുടെ ഉള്ളിൽ ഒരു കടലിരമ്പി. സാരിത്തുമ്പിൽ അവൾ മുറുകെ പിടിച്ചു. ആ പേര് ഓർക്കാൻ പോലും അവൾ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മകളെ അച്ഛനില്ലാതെ വളർത്തണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത തീരുമാനമായിരുന്നു അത്. അവൾ പതറാതെ ശബ്ദത്തിൽ മെല്ലെ പറഞ്ഞു, അത് സർ, ഐ ആം എ സിംഗിൾ പാരൻറ്റ്. ഇതേ സമയം അന്ന് ആ ദേവമംഗലം എന്ന വീട്ടിൽ വലിയ ആഘോഷ തിരക്കാണ്. 5 വർഷമായി വിദേശത്തായിരുന്ന മകൻ ഇന്ന് തിരികെ വീട്ടിലെത്തുന്ന നിമിഷം സുഭദ്ര അവന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്ന തിരക്കിലും. ഓരോ നിമിഷവും അവർ പുറത്തെ ഗേറ്റിനും മിഴി നട്ടിരുന്നു. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇതിനോടകം തന്നെ ഡ്രൈവറും എയർപോർട്ടിലേക്ക് വണ്ടിയുമായി പോയിട്ടുണ്ടായിരുന്നു. സുഭദ്രയുടെ ഇളയ മകൾ വാമി TV നോക്കി സോഫയിൽ ഇരിക്കുകയാണ്.
ഇടയ്ക്കിടെ പുറത്തേക്ക് പോയി നോക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾ അമ്മയെ കളിയാക്കി. അമ്മേ, എത്ര വട്ടം ഇങ്ങനെ പുറത്തു പോയി നോക്കുന്നത്? ഡ്രൈവറെങ്കിൽ പോയിട്ടില്ലേ? ചേട്ടൻ വരും, അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്ക്. 5 വർഷത്തിന് ശേഷമാണ് നിന്റെ ചേട്ടൻ വരുന്നത്. നിനക്കതിനൊരു സന്തോഷവുമില്ലേ വാമി? സുഭദ്ര പരിഭവത്തോടെ മകളോട് ചോദിച്ചു. എനിക്ക് ചേട്ടനെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മ. പക്ഷെ അമ്മയെ കണ്ടാൽ പൂച്ചക്കുട്ടിയെ നഷ്ടപ്പെട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാ. വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുഭദ്രയുടെ ഭർത്താവ് ഹരിശങ്കർ വലിയ റിസോർട്ടിന്റെ ഉടമയാണ്. ജോലി തിരക്ക് കാരണം മകനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് എത്താനുമായില്ല. നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കൂ വാമി, എവിടെ എത്തിയെന്ന് ചോദിക്ക്. സുഭദ്ര അടുക്കളയിൽ നിന്ന് അവളോടായി വിളിച്ചു പറഞ്ഞു. വാമി അച്ഛനെ വിളിച്ചു. താൻ ഒരു പ്രധാന കസ്റ്റമറിനെ കാണാൻ വന്നതാണെന്നും ഉടൻ എത്തുമെന്നും ശങ്കരൻ അവളോട് പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ഒരു കാർ വീട്ടുപടിക്കൽ വന്നു നിന്നു. കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ സുഭദ്ര ഓടിയെത്തി. കാറിൽ നിന്നിറങ്ങിയ ഇന്ദ്രജിത്ത് വർമ്മ. സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അവൻ ഒരു നീല ജീൻസും വെള്ള ടീഷർട്ടും ലെതർ ജാക്കറ്റുമാണ് അവൻ ധരിച്ചതും. അമ്മേ എന്ന് വിളിച്ച് അവൻ സുഭദ്രയുടെ കാലിൽ വീണ് നമസ്കരിച്ചു. അവരെ കെട്ടിപ്പിടിച്ചു. അനുപമ അവനെ കണ്ട് ആനന്ദക്കണ്ണീർ വാർത്തുപോയി. എൻ്റെ മോൻ എത്ര മാറിപ്പോയി, ഒരു രാജകുമാരനെ പോലെയുണ്ട് ഇപ്പോൾ കാണാൻ, അവൾ അവൻ്റെ മുഖം തഴുകിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം മറ്റൊരു വശത്ത് മകളുടെ സ്കൂൾ അഡ്മിഷൻ കഴിഞ്ഞ് മടങ്ങുകയാണ് കാവേരി. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ഫീസിനായി ചെലവാക്കി കഴിഞ്ഞു. പുതിയ ജോലിക്കിറങ്ങിയതേയുള്ളൂ. ശമ്പളം കിട്ടാൻ ഇനിയും 1 മാസമുണ്ട്. മകൾക്ക് പുതിയ ബാഗും പുസ്തകങ്ങളും വാങ്ങി നൽകാൻ കഴിയാത്തതിൽ അവൾക്ക് സങ്കടമുണ്ട്. അഡ്മിഷൻ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് സ്കൂൾ അധികൃതർ ചോദിച്ച ചോദ്യം അവളുടെ ഉള്ളൊന്ന് പൊള്ളിച്ചു. കുട്ടിയുടെ അച്ഛൻ്റെ പേര് പറയൂ. സുഭദ്ര ഒരു നിമിഷം മൗനമായി കഴുത്തിലെ താലിയിലേക്കൊന്ന് നോക്കി. നിന്ന ഉദ്യോഗസ്ഥൻ അതിശയത്തോടെ അവളെ നോക്കി. സിംഗിൾ പേരൻ്റ് എന്ന് പറഞ്ഞിട്ടും ഇവളെന്തിനാണ് താലി ധരിച്ചു നടക്കുന്നത് എന്നായിരുന്നു അയാളുടെ ചിന്ത. പറയൂ മാഡം, ആ പേര് കൂടി ഉണ്ടെങ്കിലേ അഡ്മിഷൻ പൂർത്തിയാക്കാൻ സാധിക്കൂ. കാവേരി ഒരു ദീർഘശ്വാസമെടുത്തു. കണ്ണുകൾ അടച്ച് അവൾ പേര് മന്ത്രിച്ചു. ഇന്ദ്രജിത്ത്. പിന്നീട് പെട്ടെന്ന് തന്നെ അയാൾ ഫോം പൂരിപ്പിച്ചു. അവർ സ്കൂളിൽ നിന്ന് തിരിച്ചു. എന്നാൽ അവളുടെ മനസ്സ് ഇന്ദ്രജിത്തിനെ കുറിച്ച് നീറുകയായിരുന്നു. വീട്ടിലെത്തിയ മകൾ തനു പരിഭവിച്ചിരിക്കുന്നു. അമ്മ എനിക്ക് പുതിയ ബാഗ് വാങ്ങിത്തന്നില്ല, ഞാൻ ഡ്രസ്സ് മാറില്ല. അവൾ ഷാർട്ടും പിടിച്ചു. മോളെ, നാളെ വാങ്ങിത്തരാം. അമ്മയുടെ കയ്യിൽ പൈസ തീർന്നു പോയി. എൻ്റെ മോൾ നല്ല മിടുക്കി കുട്ടിയല്ലേ, വേഗം വന്ന് ഈ ഡ്രസ്സ് മാറ്റും മോളെ. കാവേരി അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുസൃതിയായി തന്നെ ഓടി ഡൈനിങ് ടേബിളിൽ പിന്നിൽ ഒളിച്ചു. സ്കൂളിൽ പോയാൽ ടീച്ചർ നിന്നെ പുറത്താകും. ഇങ്ങനെ വികൃതി കാട്ടരുത് കേട്ടോ. പിന്നെ ഒരിക്കലും അവിടെ അവർ ചേർക്കില്ല. അതുകൊണ്ട് വേഗം ഈ ഡ്രസ്സ് ഇട്ടേ നീ. കാവേരി തൻ്റെ മകളെ സോഫയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. കൊച്ചുതനു തൻ്റെ കുഞ്ഞു കണ്ണുകൾ വിടർത്തി അമ്മയെ നോക്കി. ഞാൻ ഉടുപ്പിടാം അമ്മ, പക്ഷേ നാളെ എനിക്ക് പുതിയ ബാഗ് വാങ്ങിത്തരുമെന്ന് സത്യം ചെയ്യണം. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ കാവേരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ശരി കുറുമ്പി, അമ്മ വാങ്ങിത്തരാം. ഇപ്പോൾ വേഗം ഇതിട്ടേ നീ. അവൾ മകളെ ഒരുക്കി. വിശക്കുന്നു എന്ന് പറഞ്ഞ മകൾക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച മുട്ടച്ചോറ് അവൾ വാരിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരുന്ന തനു സോഫയിൽ തന്നെ ചുരുണ്ടുകൂടി ഉറങ്ങിപ്പോയി. അവളെ എടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. അവളുടെ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോൾ കാവേരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ അവസ്ഥയോർത്ത് അവൾക്ക് സങ്കടം തോന്നി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഈ ഗതികേടിലേക്ക് അവളെ തള്ളിവിട്ട ആളെ അവൾ ഒരു നിമിഷം ഓർത്തുപോയി. നിന്നെ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഇന്ദ്രജിത്ത്. നിന്നെ പോലെ ഒരുവനെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഇന്നും ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ സ്വയം പറഞ്ഞു. അതേസമയം മറ്റൊരു വീട്ടിൽ. എടി, വേഗം സാമ്പാർ ഒഴിക്കുന്നേ. ചോറ് വിളമ്പിട്ട് നീ എവിടെ പോയിരിക്കാടി? ഊണുമേശയിൽ രാമൻ തൻ്റെ ഭാര്യ കൃഷ്ണവേണിയെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു.